വ്യൂവിംഗ് ഗാലറിക്കുള്ളിലേക്ക് കയറിയിരിക്കുകയാണ്. ഇവിടെ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ വളരെ മനോഹരമായ ഒരു രൂപം നിർമ്മിച്ചു വച്ചിരിക്കുന്നു. ടോപ്പ് ഫെസിലിറ്റീസാണ് ഇതിൻ്റെ അകത്തുള്ളത്. അങ്ങനെ ടിക്കറ്റ് സ്കാൻ ചെയ്ത് നമ്മൾ ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണ്. എല്ലാവരും ലിഫ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ വ്യൂവിംഗ് ഗാലറിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മൾ ലിഫ്റ്റിലേറിയതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇത്രയും മുകളിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ആ വ്യൂവിംഗ് ഗാലറി. അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് പോവുകയാണ്, ഈ വ്യൂവിംഗ് ഗാലറിയിലേക്ക്. അപ്പോഴത്തെ ഈ ഗ്രില്ലുകൾക്കിടയിലൂടെയാണ് നമ്മൾ കാണുന്നത്. കാണാനൊന്നുമില്ല. ഇപ്പം നമ്മളൊരു 100 മീറ്റർ ഉയരത്തിലാണ് നിൽക്കുന്നത്. അതിൻ്റെ ഒരു സുഖമുണ്ട്. അങ്ങേക്കരയിൽ സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്ന് എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. അങ്ങനെ ഇതിൻ്റെ പകുതി ഭാഗത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ്. പകുതിക്ക് മുകളിലെത്തി. 182 മീറ്ററാണ് ഉയരം. അതുപോലെ തന്നെ നമ്മൾ പോയ ബട്ടർഫ്ലൈ ഗാർഡൻ കാണുന്നതാണ്. ഒരു മൂടൽമഞ്ഞിൻ്റെ അനുഭവമാണ് ഇവിടെ. അതുകൊണ്ടാണ് ഇതൊക്കെ കാണുന്നത്. അതോടൊപ്പം തന്നെ താഴെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്ന് എഴുതി വെച്ചിരിക്കുന്നത് കാണാം. ഇതിനുള്ളിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. ആളുകൾ പോകാനുള്ളവർ എക്സിറ്റ് അടിച്ച് നിൽക്കുകയാണ് ലിഫ്റ്റിൽ കയറാൻ വേണ്ടി. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും നമുക്ക് ഈ കാഴ്ചകൾ, നമ്മുടെ ടൗണിൻ്റെ കാഴ്ചകൾ കാണാൻ പറ്റും. അപ്പോഴത്തെ ഇവിടെ ഗ്ലാസ് ഒന്നും ക്ലീൻ അല്ലാത്തതുകൊണ്ട് കാണാൻ പറ്റില്ല. അപ്പം നർമ്മദാ നദിയുടെ ഉൾഭാഗമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ വെള്ളം കുറവാണ്. ഡാമിൽ നിന്ന് ഒഴുക്കി വിടുന്ന വെള്ളമാണ്. അപ്പോൾ ഈ ഒരു ഫെസിലിറ്റിക്ക് വേണ്ടി ഈ വേനൽക്കാലത്ത് കുറേശ്ശെ വെള്ളമാണ് ഒഴുക്കി വിടുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് നമ്മൾ വന്ന റോഡിൻ്റെ ഒരു കാഴ്ച കാണാൻ പറ്റും. ഈ സൈഡ് ഗ്ലാസ് ഇട്ടിരിക്കുകയാണ്. ആ സൈഡിലാണ് നമുക്ക് കാഴ്ചകളുള്ളത്. ഒരു ഇരുമ്പ് സ്ട്രക്ചറാണിത്. സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഒരു വലിയ ഇരുമ്പ് സ്ട്രക്ചറാണ്. അതിലാണ് പുറത്തുനിന്നുള്ള ആ ഒരു കവചം പോലെ നിർമ്മിച്ചു വച്ചിരിക്കുന്നത്. നമ്മൾ സൗദിയിലായിരുന്നപ്പോൾ ഇതുപോലെ കൊറിയൻ ടെക്നോളജിയിൽ നിർമ്മിച്ച ഒരു ബിൽഡിങ്, അതായത് സൗദി അറേബ്യയിലെ തന്നെ ആദ്യത്തെ ഇരുമ്പ് ബിൽഡിംഗ് ആയിരുന്ന ബിൽഡിങ്ങിൽ ജോലി ചെയ്തിട്ടുണ്ട്. സൗദി കസ്റ്റംസിൽ വർക്ക് ചെയ്തിരുന്നപ്പം, കസ്റ്റംസിലെ മെയിൻ്റനൻസ് സെക്ഷനിൽ. അപ്പോൾ ഇതുപോലത്തെ ബിൽഡിങ്ങിൻ്റെ മുകളിലൂടെയൊക്കെ നമ്മൾ മെയിൻ്റനൻസിന് വേണ്ടി കയറി ഇറങ്ങിയിട്ടുള്ളതാണ്. ഇതുപോലത്തെ സ്ട്രക്ചറിൻ്റെ മുകളിൽ കൂടെയൊക്കെ സേഫ്റ്റി ബെൽറ്റൊക്കെ ഇട്ട് മെയിൻ്റനൻസിന് വേണ്ടി കയറി ഇറങ്ങിയ ഓർമ്മകളിപ്പോൾ വന്നിരിക്കുകയാണ്. അതുപോലത്തെ ഒരു കൺസ്ട്രക്ഷൻ, ഇതുപോലത്തെ ഒരു കൺസ്ട്രക്ഷൻ മുൻപ് അവിടെയാണ് കണ്ടിരിക്കുന്നത്. മുകളിൽ കൂടെ താഴെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ വെളിയിലോട്ട് പോവുകയാണ്.
വഴി വേണം വെളിയിലോട്ട് പോകാൻ. അപ്പം നേരെ വെളിയിലോട്ട്. ഗിഫ്റ്റ് ഫോർ ഹാൻഡിക്യാപ്ഡ്. അപ്പൊക്കെ നേരെ വെളിയിലോട്ട് ഇറങ്ങി. ഇനിയിപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. ഇതാണ് വ്യൂ ഗാലറി. ഈ ജയിലിലാണ് സർദാർ വല്ലഭായ് പട്ടേൽ കിടന്നത്. അതിൻ്റെ ഒരു വിഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഫോട്ടോ. നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യം ഇവിടെ എഴുതി വെച്ചിരിക്കുന്നു. സർദാർ പട്ടേൽ ആൻഡ് ഹിസ് ഡോട്ടർ മണിബെൻ സ്കാൻ അപ്രോച്ചിങ് ഷോർ ഓഫ് മുംബൈ വെൻ ദ INS ഡൽഹി റിട്ടേൺ ഫ്രം ദ യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് ട്രാവൻകൂർ ആൻഡ് കൊച്ചിൻ 18 May 1915. അപ്പോൾ ആ ഒരു ഫോട്ടോയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ വീണ്ടും പട്ടേൽജിയുടെ ആ ഒരു മുഖം മാത്രം വെച്ചിരിക്കുന്ന ആ ഒരു ഹാളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണ് എൻ്റെ ഒരു ഇവിടെ നിൽക്കുന്ന പ്രതിമയുടെ ഒരു മിനിയേച്ചർ രൂപം. കണ്ട പിള്ളേർ പോകുന്നുണ്ടോ? നല്ല രസമില്ലേ? ഒരു സ്കൂളിലെ പിള്ളേരാണ്. ഫുള്ള് ബ്ലൂ കളർ. അടിപൊളി. അവരെല്ലാം കയറി പോയിക്കോട്ടെ, എന്നിട്ട് നമുക്ക് പോവാം. ഇവിടെ നിന്ന് വന്നതാ ഇത്രയും പിള്ളേരുടെ ഇടയിൽ ഇങ്ങനെ ഒരു സാധനം. പിള്ളേർ പോകുന്ന വഴിയിലൂടെ ഞാനും പോവാ കേട്ടോ. കൈമുക്കി കാണിക്കുന്നത് മുകളിലേക്ക് കാൽപ്പാത്തിന് സമീപത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പുറത്തേക്ക് മുമ്പിൽ കുറേ ആളുകൾ നമ്മൾ നടന്നു കയറാൻ ശ്രമിക്കുകയാണ്. അപ്പുറത്തെ നമ്മൾ മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഈ വഴി മുകളിലേക്ക് പോകണം. അതുകൊണ്ട് ഞാനങ്ങ് ചവിട്ടി കയറുകയാണ്. ഇനി ഇവന്മാരുടെ കൂടെ പോയാൽ താമസമാവും. അങ്ങനെ നമ്മൾ ഏറ്റവും മുകളിൽ നിന്ന് പറഞ്ഞാൽ കാൽപ്പാത്തിന് സമീപത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി മുകളിലേക്കില്ല. ഇനിയിപ്പോൾ ഇനിയുമുണ്ട് കേട്ടോ. ഒരു ലിഫ്റ്റ് കൂടെ കയറാനുണ്ട്. ഇതൊക്കെ ഗാലറിയും വിശ്രമത്തിനുള്ള സ്ഥലങ്ങളുമൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ മുകളിലെത്തിയിട്ടുണ്ട്. ആ ഒരു കാൽപ്പാത്തിൻ്റെ സമീപമാണ് നിൽക്കുന്നത്. അവിടെ നോക്കുമ്പോഴുള്ള കാഴ്ച ഇങ്ങനെയാണ്. ഈ പാർക്കുകളും കാര്യങ്ങളുമാണ് കാണുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴാണ് ഈ സഫാരി പാർക്കുള്ളത്. അത് നാളെ വരാമെന്നാണ് വിചാരിക്കുന്നത്. സഫാരി പാർക്കിലേക്ക് പിന്നെ അതൊക്കെയാലും ഇത് കണ്ടു തീരില്ല. അപ്പോൾ നാളത്തേക്ക് ഈ മലയുടെ അങ്ങേക്കര വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ ഒരു ഫ്രണ്ടുണ്ട്. ആ ഫ്രണ്ടിനെയും കൂടി നമ്മൾ കൂട്ടിക്കൊണ്ട് നാളെ അവിടെ പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോഴത്തെ സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് നമുക്ക്
സർദാർ പട്ടേലിൻ്റെ ആ ഒരു സ്റ്റാച്യു ചുവട്ടിൽ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഭീമാകാരനായ ആ സ്റ്റാച്യു. അങ്ങനെ നമ്മൾ താഴോട്ടെത്തിയിട്ടുണ്ട്. ഇതാണ് നർമ്മദയുടെ ആ ഒരു തീരം. സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്ന് അങ്ങേക്കരയിൽ എഴുതി വെച്ചിരിക്കുന്നത് നമ്മൾ മുകളിൽ നിന്ന് കണ്ടതാണ്. അതോടൊപ്പം തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ആ ഒരു നർമ്മദാ നദിക്ക് കുറുകെയുള്ള ആ ഡാമാണ്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു ഏരിയയുടെ മൊത്തമായിട്ടുള്ളൊരു വിഷനാണ്. അപ്പോൾ ഇതാ എൻ്റെ മുമ്പിൽ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ആ വലിയ പ്രതിമ തലയുയർത്തിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ശരി, നമ്മൾ ഈ യാത്ര മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇനി നാളെ അങ്ങേ സൈഡിലുള്ള ആ ഒരു സഫാരി പാർക്കൊക്കെ ഉണ്ട്. സഫാരി പാർക്ക്, പെറ്റ് സ്റ്റേഷൻ, അതെല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് കാണണം. അതോടൊപ്പം തന്നെ ഇവിടെ കുറച്ച് പുരാതനമായുള്ള ആദിവാസി മേഖലയിലെ പോലെയുള്ള ഒരു കുടിലുകളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ആ ഏരിയയിലോട്ടൊക്കെ ഒന്ന് പോയി നാളെ ഇവിടെ ഈ നർമ്മദാ നദിയുടെ തീരത്തെ കാഴ്ചകൾ കംപ്ലീറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ശരി, ജോപ്പൻ്റെ യാത്ര തുടരുകയാണ്.